ഹായ് ആൾ, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് വേലുത്തമ്പി ദളവയും അതുപോലെ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നോക്കുന്നത്. ക്വസ്റ്റ്യനിലേക്ക് പോവാം. വേമ്പനാട്ടു കായലിലെ പാതിരാമണൽ ദ്വീപ് കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റിയ ദിവാൻ ആരാണ്? വേമ്പനാട്ടു കായലിലെ പാതിരാമണൽ ദ്വീപ് കൃഷിക്ക് അനുയോജ്യമാക്കി മാറ്റിയ ദിവാൻ ആരാണ്? വേലുത്തമ്പി. വേലുത്തമ്പി ദളവയുടെ പേരിൽ സ്ഥാപിതമായ കോളേജ് സ്ഥിതി ചെയ്യുന്നതെവിടെ? വേലുത്തമ്പി ദളവയുടെ പേരിൽ സ്ഥാപിതമായ കോളേജ് സ്ഥിതി ചെയ്യുന്നതെവിടെ? ധനുവച്ചപുരം. വേലുത്തമ്പി ദളവയുടെ പേരിൽ സ്ഥാപിതമായ കോളേജ് സ്ഥിതി ചെയ്യുന്നത് ധനുവച്ചപുരം. തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് വളപ്പിനു വെളിയിൽ സെക്രട്ടേറിയറ്റിന് അഭിമുഖമായി സ്ഥാപിച്ചിട്ടുള്ളത് ഏത് ദിവാന്റെ പ്രതിമയാണ്? തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് വളപ്പിനു വെളിയിൽ സെക്രട്ടേറിയറ്റിന് അഭിമുഖമായി സ്ഥാപിച്ചിട്ടുള്ളത് ഏത് ദിവാന്റെ പ്രതിമയാണ്? ടി മാധവറാവു. വയനാട്ടിലെ കുറിച്യരും കുറുമ്പരും ബ്രിട്ടീഷുകാർക്കെതിരായി സംഘടിപ്പിച്ച കുറിച്യ കലാപം നടന്നത് എന്ന്? വയനാട്ടിലെ കുറിച്യരും കുറുമ്പരും ബ്രിട്ടീഷുകാർക്കെതിരായി സംഘടിപ്പിച്ച കുറിച്യ കലാപം നടന്നതെന്ന്? 1812 കുറിച്യ കലാപം നടന്നത്. താഴെ തന്നിരിക്കുന്നതിൽ ബ്രിട്ടീഷുകാർക്കെതിരായി കുറിച്യ കലാപത്തിന് കാരണമായതെന്ത്? താഴെ തന്നിരിക്കുന്നതിൽ ബ്രിട്ടീഷുകാർക്കെതിരായി കുറിച്യ കലാപത്തിന് കാരണമായത് ഇവയെല്ലാം: കുറിച്യരുടെ ഭൂമി കൈവശപ്പെടുത്താൻ ശ്രമിച്ചത്, അതുപോലെ ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന നികുതി ചുമത്തിയത്, നികുതി സാധനങ്ങൾക്ക് പകരം പണമായി ആവശ്യപ്പെട്ടത്. ഇവയെല്ലാം ബ്രിട്ടീഷുകാർക്കെതിരായ കുറിച്യ കലാപത്തിന് കാരണമായി. കുറിച്യ കലാപം നടന്നത് എവിടെയാണ്? കുറിച്യ കലാപം നടന്നത് എവിടെയാണ്? വയനാട്. കുറിച്യ കലാപം നടന്നത് വയനാടിൽ. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയതാര്? കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമൻ നമ്പി. വട്ടത്തൊപ്പിക്കാരെ നാടുകടത്തൂ എന്ന മുദ്രാവാക്യം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വട്ടത്തൊപ്പിക്കാരെ നാടുകടത്തൂ എന്ന മുദ്രാവാക്യം ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുറിച്യ ലഹള. വട്ടത്തൊപ്പിക്കാരെ നാടുകടത്തൂ എന്ന മുദ്രാവാക്യം കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാനായത് ആര്? വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാനായത് ഉമ്മിണിത്തമ്പി. വേലുത്തമ്പി ദളവയ്ക്ക് ശേഷം ദിവാനായത് ഉമ്മിണിത്തമ്പി. കുറിച്യ ലഹളയ്ക്ക് നേതൃത്വം നൽകിയവരാരെല്ലാം? കുറിച്യ ലഹളയ്ക്ക് നേതൃത്വം നൽകിയവർ ഇവരെല്ലാം: ആയിരം വീട്ടിൽ കോന്തപ്പൻ, വെൺകലോൻ കേളു, രാമൻ നമ്പി. ഇവരെല്ലാം. ബ്രിട്ടീഷ് സൈന്യം രാമൻ നമ്പിയെ പിടികൂടി വധിച്ചതെന്ന്? ബ്രിട്ടീഷ് സൈന്യം രാമൻ നമ്പിയെ പിടികൂടി വധിച്ചതെന്ന്? 1812 മെയ് 1. 1812 മെയ് 1. ബ്രിട്ടീഷുകാർ കുറിച്യർ ലഹള അടിച്ചമർത്തിയതെന്ന്? ബ്രിട്ടീഷുകാർ കുറിച്യർ ലഹള അടിച്ചമർത്തിയതെന്ന്? 1812 മെയ് 8. ബ്രിട്ടീഷുകാർ കുറിച്യർ ലഹള അടിച്ചമർത്തിയത് 1812 മെയ് 8. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചതാര്? കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചതാര്? കുമാരൻ വയലേരി. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരി.